കേരള ഫീഡ്സ് ജീവനക്കാർ നിരാഹാര സമരം നടത്തി. കേരള ഫീഡ്സ് സ്ഥിരം ജീവനക്കാരുടെ പ്രൊമോഷൻ ചട്ടങ്ങളും ശമ്പള പരിഷ്കരണ കരാറും മാനേജ്മെന്റുമായി ട്രേഡ് യൂണിയനുകൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ജീവനക്കാരുടേതല്ലാത്ത കാരണം പറഞ്ഞ് ഈ കരാറുകൾ നാളിതുവരെയും നടപ്പാക്കിയിട്ടില്ലെന്ന് ആരോപിച്ച് ജീവനക്കാർ നിരാഹാര സമരം നടത്തിയത്. വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പുകളുടെ 2 വർഷ കാലാവധി കഴിഞ്ഞിട്ടും ന്യായമായി ജീവനക്കാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും തിങ്കളാഴ്ച വകുപ്പ് മന്ത്രിയുമായി ട്രേഡ് യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ഈ മാസം 27-ന് ശേഷം ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് നിർദ്ദേശമുണ്ടായിട്ടുണ്ടെങ്കിലും അവകാശങ്ങൾ ഉടൻ നടപ്പിലാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുവാനും വിവിധ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത വേദി തീരുമാനിച്ചു. കമ്പനിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ നിരാഹാര സമരം AHUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ഡേവിസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ തൃശൂർ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MS അനിൽകുമാർ, AN രാജൻ, MS മൊയ്തീൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. KR ജോജോ, KC ഹരിദാസ്, TS ഷാജു, MR രാധാകൃഷ്ണൻ, TS ബാബു, KA അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ഒരു ദിവസം ഈ സന്ദർഭത്തിൽ പണിമുടക്കാനും തൊഴിലാളികൾ നിർബന്ധിതരായി. ആ യോജിപ്പും ഐക്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നമ്മുടെ തൊഴിലാളികൾ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും, സമരത്തിനായാലും പ്രക്ഷോഭത്തിനായാലും അവരുടെ മറ്റ് യോജിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ വളരെ ഗവൺമെൻറ് എന്ന രീതിയിൽ കുറെ കൂടി ഗൗരവപൂർവമായ ഇടപെടൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ അതുണ്ടാകണം, എന്നാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പല സന്ദർഭങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഇതിലെ നടക്കുന്ന ചർച്ചയിൽ ഇതിന് വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഗവൺമെൻറ് സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൽ മന്ത്രിയും സെക്രട്ടറിമാരും IASകാരും കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിരുന്ന് അതൊക്കെ അനുഭവമുള്ളവരാണ് നമ്മളെല്ലാം. ഞാനും 5 വർഷം 2015 മാനേജ്മെൻറ്റും മാസങ്ങളോളം ചർച്ച